നമസ്കാരം. നമുക്കിന്ന് ഒരുമിച്ചൊരു യാത്ര പോകാം. 1954 ഓഗസ്റ്റിലെ അഖണ്ഡ ജ്യോതി മാസികയിലേക്കൊരു യാത്ര. യുഗഋഷി പണ്ഡിറ്റ് ശ്രീ റാം ശർമ്മ ആചാര്യജി പങ്കുവച്ച ആഴത്തിലുള്ള അറിവുകളിലേക്ക്. ഇത് വെറുമൊരു മാസികയല്ല, മറിച്ച് ആത്മീയ സത്യങ്ങളിലേക്കുള്ള ഒരു വഴികാട്ടിയാണ്. അപ്പോൾ നമുക്കൊരുമിച്ച് ഈ യാത്ര തുടങ്ങാം, അല്ലേ? മനുഷ്യജീവിതത്തിന്റെ ലക്ഷ്യം കേവലം നിലനിൽക്കുക എന്നതല്ല, മറിച്ച് ബോധത്തിന്റെ ഉയർന്ന തലത്തിലേക്ക് സ്വയം വികസിക്കുക എന്നതാണ്. എന്തൊരു ശക്തമായ ചിന്തയാണല്ലേ! ഈ മാസികയുടെ കാതൽ തന്നെ ഈയൊരു വാചകത്തിലുണ്ട്. അതായത്, നമ്മുടെ ജീവിതത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം വെറുതെ ജീവിച്ചു തീർക്കുക എന്നതല്ല, മറിച്ച് നമ്മുടെ ബോധത്തെ, നമ്മുടെ അറിവിനെ ഒരു ഉയർന്ന തലത്തിലേക്കെത്തിക്കുക എന്നതാണ്. നമ്മൾ നേടുന്ന ഭൗതിക കാര്യങ്ങൾക്കപ്പുറം നമ്മുടെ ഉള്ളിലെ വളർച്ചയാണ് ഏറ്റവും പ്രധാനം എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഈ വാക്കുകൾ. അപ്പോ നമ്മുടെ ഈ ആന്തരിക തീർത്ഥാടനത്തിന്റെ വഴികൾ എന്തൊക്കെയാണെന്ന് നോക്കിയാലോ? വ്യക്തിപരമായ ഉണർവിൽ തുടങ്ങി ഒരു പുതിയ യുഗത്തെക്കുറിച്ചുള്ള വലിയൊരു കാഴ്ചപ്പാടിൽ അവസാനിക്കുന്ന ഒരു യാത്രയാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഓരോ ഘട്ടവും നമുക്ക് വിശദമായി തന്നെ നോക്കാം. ശരി, അപ്പം നമുക്ക് ആദ്യത്തെ പടിയിലേക്ക് കടക്കാം. ജ്ഞാനത്തിന്റെ കെടാവിളക്ക്. എന്തുകൊണ്ടാണ് അഖണ്ഡജ്യോതി വെറുമൊരു മാസികയല്ലാതെ ലക്ഷക്കണക്കിന് ആളുകൾക്ക് ആത്മീയ ഉണർവിനുള്ളൊരു വഴികാട്ടിയായി മാറിയത്? ആ രഹസ്യം നമുക്കിവിടെ മനസ്സിലാക്കാൻ ശ്രമിക്കാം. അഖണ്ഡജ്യോതി, ഈ പേരിൽ തന്നെയുണ്ട് അതിന്റെ മുഴുവൻ സത്തയും. അഖണ്ഡം എന്ന് വെച്ചാൽ എന്താ? ഒരിക്കലും അണയാത്തത്, മുറിഞ്ഞു പോകാത്തത്. ജ്യോതി എന്നാൽ വെളിച്ചം, ജ്വാല. അപ്പോ അഖണ്ഡജ്യോതി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഉള്ളിലുള്ള ദൈവീകമായ അറിവിന്റെയും കഴിവിന്റെയും ഒരിക്കലും കെട്ടുപോകാത്ത ആ ജ്വാലയാണ് അത് ഓർമ്മിപ്പിക്കുന്നത്. അപ്പോ അഖണ്ഡജ്യോതിയുടെ യഥാർത്ഥ ശക്തി എവിടെയാണെന്നറിയോ? ഇത് വെറും ഫിലോസഫി പറഞ്ഞു പോവുകയല്ല ചെയ്യുന്നത്. പകരം നമ്മുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ ആത്മീയതയെ എങ്ങനെ കൊണ്ടുനടക്കാം എന്ന് പഠിപ്പിക്കുന്നു. നമ്മുടെ സ്വഭാവം എങ്ങനെ മെച്ചപ്പെടുത്താം, അതിലൂടെ ഒരു പുതിയ നല്ല യുഗത്തിന് എങ്ങനെ തുടക്കം കുറിക്കാം എന്നതിനൊക്കെയുള്ളൊരു കംപ്ലീറ്റ് ബ്ലൂ പ്രിന്റാണിത്. ശരി, ഇനി നമുക്ക് അടുത്ത ഭാഗത്തേക്ക് പോകാം. ആത്മപരിഷ്കരണത്തിന്റെ ശാസ്ത്രം. കേൾക്കുമ്പോൾ വലിയ സംഭവമായിട്ട് തോന്നാം. പക്ഷേ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ആത്മീയത എന്ന് പറയുന്നത് എന്തോ നിഗൂഢമായ കാര്യമോ രഹസ്യമോ ഒന്നുമല്ല, മറിച്ച് കൃത്യമായ തത്വങ്ങളുള്ള നമ്മുടെ ഉള്ളിലെ വളർച്ചയെക്കുറിച്ചുള്ള ഒരു ശാസ്ത്രം തന്നെയാണ്. അതെങ്ങനെയെന്ന് നമുക്ക് നോക്കാം. ഈ ആത്മപരിഷ്കരണ ശാസ്ത്രം നിൽക്കുന്നത് വളരെ ശക്തമായ രണ്ട് തൂണുകളിലാണ്. നമ്മുടെ ഉള്ളിലൊരു മാറ്റം വരാൻ ഈ രണ്ട് കാര്യങ്ങളാണ് അടിസ്ഥാനം. എന്തൊക്കെയാണ് ആ തൂണുകളെന്നല്ലേ നമുക്ക് നോക്കാം. അപ്പോ ആദ്യത്തെ തൂൺ തപസ്യ. ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ പലർക്കും പേടിയാണ്. എന്തോ സ്വയം പീഡിപ്പിക്കുന്ന പരിപാടിയാണെന്നാ വിചാരം. പക്ഷെ അങ്ങനെയല്ല. സത്യത്തിൽ ഇന്നത്തെ കാലത്തെ സ്ട്രെസ്സും നമ്മുടെ ദുശീലങ്ങളും ഒക്കെ മാറ്റിയെടുക്കാനുള്ള ഒരു ട്രെയിനിങ്ങാണത്. നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും അറിഞ്ഞുകൊണ്ട് ശുദ്ധീകരിച്ച് നമ്മുടെ വിൽ പവർ കൂട്ടാനുള്ള ഒരു പോസിറ്റീവ് പ്രോസസ്സ്, അതാണ് തപസ്യ. ഇനി രണ്ടാമത്തെ തൂൺ സ്വാധ്യായം. നമ്മളിന്ന് ജീവിക്കുന്നത് ഒരു ഇൻഫർമേഷൻ ഓവർലോഡിലാണല്ലേ? എവിടെ നോക്കിയാലും അറിവാണ്. പക്ഷേ സ്വാധ്യായം പറയുന്നത് വെറുതെ പുസ്തകങ്ങൾ വായിച്ചാൽ മാത്രം പോരാ, അതിലും പ്രധാനമായി നമ്മൾ നമ്മളെ തന്നെ പഠിക്കണമെന്നാണ്. നമ്മുടെ ചിന്തകൾ, നമ്മുടെ പെരുമാറ്റം എല്ലാം. അപ്പോ പുറത്തുനിന്നുള്ള അറിവും ഉള്ളിലേക്കുള്ള ഈ നോട്ടവും ചേരുമ്പോഴാണ് ഈ രണ്ട് തൂണുകളും ശരിക്കും ഉറയ്ക്കുന്നത്. അപ്പോഴേ യഥാർത്ഥ മാറ്റം വരും. ഓക്കെ, അപ്പോ നമുക്ക് തപസ്സിലൂടെയും സ്വാധ്യായത്തിലൂടെയും കുറേ അറിവ് കിട്ടി. അതുമാത്രം മതിയോ? പോരല്ലോ. ആ അറിവിനെ നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമാക്കണ്ടേ, ഒരു അനുഭവമാക്കി മാറ്റണ്ടേ? അതാണ് അടുത്ത വഴി. അതിനെയാണ് അച്ചടക്കമുള്ള പരിശീലനത്തിന്റെ പാത എന്ന് പറയുന്നത്. ഈ അച്ചടക്കമുള്ള പരിശീലനത്തിന്റെ പ്രായോഗിക രൂപത്തിനെയാണ് സാധന എന്ന് പറയുന്നത്. സിമ്പിളായി പറഞ്ഞാൽ, നമ്മൾ പഠിച്ച തിയറിയെ പ്രാക്ടിക്കലാക്കുന്നൊരു പാലം. അറിവിനെ അനുഭവമാക്കി മാറ്റുന്ന ഈ യാത്രയുടെ പേരാണ് സാധന. അപ്പോൾ ഈ സാധനയ്ക്ക് കൃത്യമായ സ്റ്റെപ്പുകളുണ്ട്. ഒന്നാമത്തേത് ശുദ്ധീകരണം. നമ്മുടെ ശരീരം, മനസ്സ്, ചുറ്റുപാടുകൾ എല്ലാം ക്ലീനാക്കുക. അതിനുശേഷം ഏകാഗ്രത, അതായത് കോൺസെൻട്രേഷൻ. ഒരു കാര്യത്തിൽ മനസ്സിനെ ഉറപ്പിച്ചു നിർത്തുക. അവസാനം ധ്യാനം, ആത്മീയ സത്യത്തിലേക്ക് ആഴത്തിലിറങ്ങിച്ചെല്ലുന്ന അവസ്ഥ. കണ്ടില്ലേ, ഓരോ സ്റ്റെപ്പും അടുത്തതിലേക്കുള്ള ഒരു ചവിട്ടുപടിയാണ്. ഇതുവരെ നമ്മൾ സംസാരിച്ചത് ഒരു വ്യക്തിയുടെ ഉള്ളിലെ മാറ്റങ്ങളെക്കുറിച്ചാണ്. പക്ഷേ ഒരു വ്യക്തിയുടെ വളർച്ച എങ്ങനെയാണ് സമൂഹത്തെ മുഴുവൻ സ്വാധീനിക്കുന്നത്? ഇവിടെയാണ് ഈ മാസികയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തിലേക്ക് നമ്മൾ വരുന്നത്. ദൈവീക സ്ത്രീത്വത്തെ ഉണർത്തൽ. ഒരു പുതിയ യുഗത്തിൽ സ്ത്രീകളുടെ ആത്മീയ പങ്ക് എത്രത്തോളം വലുതാണെന്ന് നമുക്ക് നോക്കാം. ഈ വാക്കുകൾ ശ്രദ്ധിക്കൂ. ഉണർന്നെഴുന്നേറ്റ ഒരു സ്ത്രീ ഒരു ദൈവീക കുടുംബത്തിന്റെ ശില്പിയാണ്. അതിലൂടെ ഒരു ദൈവീക സമൂഹത്തിന്റെയും. എത്ര വലിയൊരു ആശയമാണെന്ന് നോക്കൂ.
ആത്മീയമായി ഉണർന്ന ഒരു സ്ത്രീ വെറുമൊരു വ്യക്തിയല്ല, മറിച്ച് ഒരു നല്ല കുടുംബത്തിന്റെയും അതിലൂടെ ഒരു നല്ല സമൂഹത്തിന്റെയും ശില്പിയാണ്, ആർക്കിടെക്റ്റാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ ആരാണൊരു സാത്വിക, അതായത് ആത്മീയമായി ഉണർന്ന ഒരു സ്ത്രീ? അവരുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ്? ഒന്നാമതായി കാരുണ്യവും സേവന മനോഭാവവും. പിന്നെ നമ്മുടെ സംസ്കാരത്തെയും മൂല്യങ്ങളെയും സംരക്ഷിക്കുന്ന ഒരാൾ, എല്ലാവർക്കും ഒരു പ്രോത്സാഹനവും ധൈര്യവും നൽകുന്ന ഉറവിടം. ഏറ്റവും പ്രധാനമായി അടുത്ത തലമുറയ്ക്ക് ശരിയായ വഴി കാണിച്ചു കൊടുക്കുന്ന ഒരു വഴികാട്ടി. ഇങ്ങനെ ഓരോ സ്ത്രീയും ഉണരുമ്പോഴാണ് ഒരു ദൈവിക സമൂഹമുണ്ടാകുന്നത്. ഓക്കെ, അപ്പം നമ്മൾ വ്യക്തിയിൽ നിന്ന് തുടങ്ങി കുടുംബത്തിലെത്തി. ഇനി നമുക്ക് കുറച്ചുകൂടി വിശാലമായി ചിന്തിക്കാം. മനുഷ്യരാശിയെക്കുറിച്ച് ആചാര്യജി വിഭാവനം ചെയ്യുന്ന ആ പുതിയ യുഗത്തിന്റെ അടിത്തറ എന്തായിരിക്കും? നമുക്ക് നോക്കാം. ഈ ഒരു താരതമ്യം നോക്കൂ. കാര്യങ്ങൾ വളരെ വ്യക്തമാവും. ഒരു വശത്ത് ഭൗതികവാദം, എല്ലാം സ്വന്തമാക്കാനും ഉപയോഗിക്കാനുമുള്ള ആഗ്രഹം. അവിടെ വിജയം അളക്കുന്നത് പണവും പദവിയും വെച്ചാണ്. അത് മത്സരത്തിലേക്കും വഴക്കിലേക്കും നയിക്കുന്നു. മറുവശത്ത് ആത്മീയ കാഴ്ചപ്പാട്. അവിടെ ശ്രദ്ധ കൊടുക്കുന്നതിലാണ്, ഉള്ളിൽ വളരുന്നതിലാണ്. വിജയം എന്നു പറയുന്നത് നല്ല സ്വഭാവവും അറിവുമാണ്. അത് സഹകരണത്തിലേക്കും സമാധാനത്തിലേക്കും നയിക്കുന്നു. ഈ ഒരു ഷിഫ്റ്റാണ്, ഈ ഒരു മാറ്റമാണ് പുതിയ യുഗത്തിന്റെ അടിത്തറ. ഈ പുതിയ യുഗത്തിലേക്കുള്ള വഴി അത്ര സങ്കീർണമൊന്നുമല്ല. അതിനൊരു സിമ്പിൾ മോട്ടോ ഉണ്ട്: ലളിതമായ ജീവിതം, ഉയർന്ന ചിന്ത. നമ്മുടെ ആവശ്യങ്ങൾ ലളിതമാക്കുക, പക്ഷേ നമ്മുടെ ചിന്തകളും ആശയങ്ങളും വളരെ ഉയർന്നതായിരിക്കണം. ഇത് നമ്മുടെ ജീവിതത്തിൽ ഒരു പെർഫെക്റ്റ് ബാലൻസ് കൊണ്ടുവരും. അപ്പോൾ നമ്മൾ നമ്മുടെ ഈ ചർച്ചയുടെ അവസാന ഭാഗത്തേക്ക് എത്തുകയാണ്. ഇതുവരെ സംസാരിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം ഒന്നുകൂടി ഓർത്തെടുക്കാം. എന്നിട്ട് ഈ അറിവിന്റെ വെളിച്ചം, ആ ജ്വാല നമ്മുടെ ജീവിതത്തിൽ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോവാം എന്ന് നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഈ യാത്രയിൽ നിന്ന് പഠിച്ചത്? 1. അഖണ്ഡ ജ്യോതി എന്നത് വെറും വായനയ്ക്കല്ല, നമ്മുടെ ജീവിതത്തിൽ പ്രയോഗിക്കാനുള്ളൊരു ഗൈഡാണ്. 2. ആത്മപരിഷ്കരണം എന്നത് തപസ്യ, സ്വാധ്യായം എന്നീ 2 തൂണുകളിൽ നിൽക്കുന്നൊരു ശാസ്ത്രമാണ്. 3. സാധനയിലൂടെ നമുക്ക് ആന്തരികമായി വളരാം. 4. ഉണർവുള്ള വ്യക്തികളാണ് ഒരു നല്ല സമൂഹത്തിന്റെ അടിത്തറ. 5. നമ്മുടെ ലക്ഷ്യം ലളിതമായ ജീവിതവും ഉയർന്ന ചിന്തയും ഉള്ള ഒരു പുതിയ യുഗമാണ്. നമ്മുടെ ഈ ചർച്ച ഇവിടെ തീരുമ്പോൾ ഒരു ചോദ്യം ഞാൻ നിങ്ങൾക്ക് വിട്ടുതരികയാണ്. ഇപ്പോൾ കേട്ട കാര്യങ്ങൾ വെറുമൊരു അറിവായി ഇവിടെ തന്നെ ഉപേക്ഷിക്കാനാണോ നിങ്ങളുടെ തീരുമാനം? അതോ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ചെറിയ മാറ്റത്തിനെങ്കിലും തുടക്കമിടുമോ? നിങ്ങളുടെ ഉള്ളിലെ ആ കെടാവിളക്ക്, അതിനെ ഇന്ന് നിങ്ങൾ എങ്ങനെയാണ് ജ്വലിപ്പിക്കാൻ പോകുന്നത്? ആ ആദ്യത്തെ സ്റ്റെപ്പ് അതെന്തായിരിക്കും? ഒന്ന് ചിന്തിച്ചു നോക്കൂ.